നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 മാർച്ച് മാസത്തെ പൂരോരുട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. പൂരോരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് നല്ല ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ്. പൂരോരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ ആദ്യത്തെ 45 നാഴികയിൽ ജനിച്ചവർക്കാണ് ഏറ്റവും കൂടുതൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുള്ളത്. കാരണം എന്ന് വെച്ചാൽ 5ാം ഭാവത്തിലാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ദൈവാധീനമുണ്ട്. ഭാഗ്യാധിപതി രക്ഷാസ്ഥാനത്തുണ്ട്. അത് കാരണം കൊണ്ട് നല്ല ഭാഗ്യം അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. പ്രത്യേകിച്ചും 4ാം ഭാവാധിപതിനെ ഭാഗ്യാധിപത്യം വഹിച്ച് 2ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് കുടുംബ സംബന്ധമായിരിക്കുന്ന ഗുണം അനുഭവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കുടുംബത്തിൽ എല്ലാവരുമായിട്ട് നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. വീട് മോടി പിടിപ്പിക്കാനും പുതിയ വീട് വയ്ക്കാനും ഭൂമി വാങ്ങാനും ഒക്കെ യോഗമുള്ളൊരു സമയമായിട്ടാണ് കാണുന്നത്. അതുമാത്രമല്ല, കർമാധിപതി സാന്നിധ്യം ചെയ്ത് നിൽക്കുന്ന കാരണം തൊഴിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. പക്ഷേ കുറച്ച് തലവേദന, ദേഷ്യം, എടുത്തിയായിട്ട് സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നടുവേദന, ഇടയ്ക്കിടയ്ക്ക് നടുവേദന പോലെയുള്ള പ്രശ്നങ്ങളോ അടിവയറ് സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥയോ കൊണ്ട് മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ അനുഭവിക്കാൻ യോഗമാണ്. ലഗ്നാധിപതി രക്ഷാസ്ഥാനത്തായിരുന്നു സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കാനായിട്ട് യോഗമുണ്ട്. വിദേശയാത്രയ്ക്ക് യോഗമുള്ള സമയമാണ്. വിനോദസഞ്ചാരത്തിന് യോഗമുള്ള സമയമാണ്. പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അതിന് സാധിക്കുന്ന സമയമാണ്. പക്ഷേ ഒരു പ്രശ്നമുള്ള വെച്ചെന്നാൽ എന്ത് കാര്യത്തിനും ആദ്യം ഒരു മുടക്കം വരും. അതിന് ശേഷമാണ് പിന്നെ തടസ്സം മാറിയിട്ട് ഉദ്ദേശിക്കുന്ന രീതിയിൽ അനുകൂലമായിരിക്കുന്ന ഗുണത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ദേഷ്യം, എടുത്തുചാട്ടം മുതലായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മറ്റുള്ളവരോട് സംസാരിക്കുന്നത് എടുത്തുചാടി ദേഷ്യത്തോടുകൂടി നേതൃത്വപരമായിരിക്കുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. എല്ലാവർക്കും നമ്മൾ മൈൻഡ് ചെയ്യണം. അതിപ്പോൾ നമ്മളെ ഒരാളെ കണ്ടിട്ട് അവരെ ശ്രദ്ധിച്ചില്ല, വേണ്ടപ്പെട്ടവരെ വേണ്ട പരിഗണന കൊടുത്തില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള പരിഭവങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മളുടെ ഭാഗത്തു നിന്ന് വീഴ്ച വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് ഏറ്റവും നല്ല കാര്യം, ശ്രദ്ധിക്കേണ്ട കാര്യം. അതുകൂടാതെ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് തൊഴിലിൽ. അപ്പോൾ ഇവിടെ രാഹുകേതുക്കളുടെ ഒരു ബന്ധനാവസ്ഥയുള്ളത് കാരണം സ്ഥാനക്കയറ്റം കിട്ടിയിട്ടും ജോലിയിൽ അത് യോഗമുണ്ടായിട്ടും കിട്ടാതിരുന്നവർക്കൊക്കെ അത് കിട്ടാൻ യോഗമുണ്ട്. പക്ഷേ എന്ത് ചെയ്യണം? നാഗപൂജ, രാഹുപൂജ, കേതുപൂജ മുതലായിട്ടുള്ള കാര്യങ്ങൾ നവഗ്രഹ ക്ഷേത്രത്തിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ എടുത്തിയാട്ടം പോലുള്ള കാര്യങ്ങൾ കുറയ്ക്കണം. മറവി, എടുത്തിയാട്ടം, അതേപോലെ തന്നെ നല്ല മറ്റുള്ളവരോട് അസത്യം പറഞ്ഞു എന്നുള്ള രീതിയിൽ മറ്റുള്ളവർക്ക് പരാതി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അതേപോലെ കളവ് ചെയ്തു, കളവ് പറഞ്ഞു എന്നൊക്കെ കേൾക്കാൻ ഇടവരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് ആ രീതിയിലുള്ള അവസ്ഥകളിൽ നിന്നൊക്കെ മാറി നിൽക്കാനായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഈ സമയത്ത് ചെയ്യേണ്ടത്. പിന്നെ പൂരോരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിയിൽ ജനിച്ചവർക്ക് വ്യാഴപ്പഴം ഉള്ളതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള പരിഹാരങ്ങളും ശനീശ്വരന് നീരാഞ്ജനം വഴിപാട്, ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടും ഒക്കെ ചെയ്ത് നല്ല രീതിയിലുള്ള പ്രാർത്ഥന കൂടി ഉണ്ടാകണം. അപ്പോൾ അങ്ങനെയുള്ള അനുകൂലമായിരിക്കുന്ന പ്രാർത്ഥന പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ പൂരോരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ നേടാനായിട്ട് സാധിക്കുന്നു. യോഗം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.